ഗൈസ് നമ്മുടെ ഈ വീഡിയോ ഫ്ലോപ്പായി. വെൽക്കം ടു പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്. പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചെറിയൊരു മീൻ കിട്ടിയിട്ടുണ്ട്. മീൻ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ മാർക്കറ്റിൽ പോയി വാങ്ങിയൊന്നുമല്ല, നമുക്ക് മഴവെള്ളത്തിൽ ചൂണ്ടിയിട്ടാണ്. പുഴയിൽ നല്ല മഴവെള്ളം വന്ന ഒലിവുള്ള വെള്ളത്തിൽ ചൂണ്ടിയിട്ടപ്പോൾ ഒരു മീൻ കിട്ടി. അതാണ് സംഭവം. ഇത് ആറ്റുവാള, പുഴവാള എന്ന് പറയും. ഏകദേശം ഒരു 2.5 കിലോ 3 കിലോളം വെയിറ്റ് വരുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അരക്കോളം ഉണ്ട്. നല്ല അടിപൊളി മീനാണ്. അപ്പോൾ സാധാരണ വാള നമുക്ക് കുടമ്പിളിട്ട് കറി വെക്കും, ഫ്രൈ ചെയ്യും, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു മീനാണ്. അപ്പോൾ നമുക്ക് ഈ മീൻ കട്ടിങ് സെക്ഷനിലേക്ക് പോകാം. എന്നിട്ട് നല്ലപോലെ നാടൻ കറി, കുടമ്പുളി വെച്ച് നാടൻ കറി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. ഇത് സംഭവം നല്ലൊരു ടേസ്റ്റുള്ള മീനാണ്. അതായത് പുഴവാളയാണ് ടേസ്റ്റ്. അല്ലാതെ വളത്തുവാള ഇപ്പോൾ കുറേ വരുന്നുണ്ട്, പക്ഷെ വളത്തുവാള അത്രക്കൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല. ഇതിന് സാധാരണ ചെതുമ്പലൊന്നും ഇല്ല പറയാം, കാരണം ഇങ്ങനല്ലേ, ഇങ്ങനൊരു കളർ മാത്രമേ വരുള്ളൂ. പക്ഷെ അതൊന്ന് കളയാൻ നല്ലത്. പിന്നെ ഈ മീൻ ഭയങ്കര സോഫ്റ്റ് മീനാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു 3-4-5 ഐറ്റം നാടൻ കറി ഉണ്ട്. ഒന്നൊന്നുമല്ല, പല രീതിയിലും പല നാട്ടിലും ആൾക്കാർ വെക്കും. അപ്പം ഞാനിപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ളൊരു നാടൻ കറിയാണ് വെക്കാനുള്ളൊരു പ്ലാന്. നമ്മൾ ഉള്ളിലൊക്കെ വളരെ വൃത്തിയായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. സാധാരണ കുറച്ച് ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടിയിൽ കട്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അയക്കോറ കട്ട് ചെയ്യുന്ന പോലെ ഒരുപാട് നൈസായി കട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഉടയാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളിത് കനത്തിലാണ് കട്ട് ചെയ്യുന്നത്. ഈ ഒരു കനം വേണം പീസിന്. കട്ടിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി കഴുകിയെടുക്കാം. ഇത് നല്ല ബ്ലഡുള്ള മീനാണ്. നമ്മിനി കുറച്ച് ഉപ്പിട്ട് കഴുകുക. ഉപ്പിട്ട് കഴിഞ്ഞാൽ മീനൊരു നല്ല വൃത്തിയായി കിട്ടുന്നുണ്ടല്ലോ. എന്നാൽ നമുക്ക് നേരെ പാടിയിലേക്ക് പോകാം. അപ്പം മീനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. അപ്പോൾ ഈ മീനിലൊരു പ്രത്യേകത, വേറൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ മീനിൽ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല, കാരണം കണ്ടമാനം നെയ്യുള്ള മീനാണ്. അപ്പോൾ നിങ്ങൾ ഈ മീൻ എപ്പോഴെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ ഒഴിക്കുക വേണ്ട, ജസ്റ്റ് ഒന്ന് തൂയി വിട്ടാൽ മതി. സാധാരണ ഒരുപാട് എണ്ണയിൽ മുക്കി ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല, നല്ലപോലെ നെയ്യുള്ള മീനാണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് സെറ്റ് ചെയ്തിട്ട് കാണാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കട്ടിങ്ങിന് ശേഷം കുറച്ച് സമയം ഡിലേ ആയി, എന്നാലും നമ്മൾ എല്ലാ സാധനങ്ങളും ഇവിടെ വെറൈറ്റി ആയിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യമായിട്ട് നമുക്ക് പരിചയപ്പെട്ടത് നമ്മുടെ മീൻ. നമ്മൾ ചൂണ്ടിയിട്ടുകൊണ്ട് പറയില്ല, നല്ല തെളിതെളിനുള്ള പൊളപ്പൻ, നല്ല കനത്തിലുള്ള വൃത്തിയായിട്ടുള്ള സൂപ്പർ മീനാണ് നമ്മുടെ. ഇതിലപ്പുറം ഇനി ചൂണ്ടിയിട്ടുള്ള ഒരു മീൻ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടില്ല, ആദ്യമായിട്ട് കിട്ടിയതാണ് ഇത്രയും വലിയൊരു മീൻ. അപ്പോൾ മീനിന് ശേഷം നമുക്ക് അതിൻ്റെ കറി വെക്കാനുള്ള കൂട്ട് എന്തൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. നമുക്ക് വേണ്ടത് ചെറിയുള്ളി, വലിയുള്ളി, തക്കാളി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുടംപുളി, ഇഞ്ചി, കടുക്, ഉലുവ, വെളിച്ചെണ്ണ, കറിവേപ്പില, പച്ചമുളക്, ഉപ്പ്, വെള്ളം. അപ്പൊ ഇത്ര ഐറ്റംസ് മാത്രമാണ് നമ്മുടെ കുടംപുളി ഇട്ട് വെച്ച നല്ല വളക്കറി ഉണ്ടാക്കാൻ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ചെറിയുള്ളി, വലിയുള്ളി, തക്കാളി, ഇഞ്ചി എല്ലാം കൂടി നമുക്ക് തപ്പിടി പിടിയാക്കാം. അപ്പൊ നമ്മുടെ നാടൻ വളക്കറി ഉണ്ടാക്കാൻ നമുക്ക് ഉള്ളി കടകടകടകടന്ന് കട്ടിയാം. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീൻ കിട്ടും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷയില്ല, കാരണം 2-3 പ്രാവശ്യം ഞങ്ങൾ ട്രൈ ചെയ്തു രാത്രി പോയി. പക്ഷെ രാത്രി പോയിട്ട് എങ്ങനെ പോലും മീൻ കിട്ടുന്നില്ല. പക്ഷെ ഇന്ന് പെട്ടെന്ന് മീൻ കിട്ടിയപ്പോണ്ടല്ലോ നമുക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സാധാരണ മീൻ പിടിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ 1 കിലോ 1/4 കിലോ മീനൊക്കെ കിട്ടാറുണ്ടാവുള്ളൂ. പെട്ടെന്ന് കണ്ട് വലിയൊരു സംഭവത്തില് ഇങ്ങനെ ഒരു നിർഭാഗ്യം, ഞങ്ങൾക്ക് ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല, ഒരു നിർഭാഗ്യത്താല് കുടുങ്ങിയതാണ്. അല്ലാതെ ഇത്രയും വലിയൊരു മീൻ കിട്ടുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും ഭാഗ്യമില്ല. പിന്നെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കറി വെക്കണോ, ഫ്രൈ ചെയ്യണോ, കറി വെക്കണോ, ഫ്രൈ ചെയ്യണോ, കൊണ്ടാട്ടം ഉണ്ടാക്കണം ഞങ്ങൾ ചിന്തിച്ചു പോയി. അർദ്ധരാത്രി ആയതുകൊണ്ട് എന്താണ് അവിടെ തീരെ ലൈറ്റ് ഇല്ല. കാരണം ഞങ്ങൾക്ക് ഈ മീൻ കിട്ടുന്നത് ഏകദേശം രാത്രി 1:30-ക്കാണ്.
1:30 ഈ മീൻ കിട്ടുന്ന സമയത്ത് എങ്ങനെ പോലും ഞങ്ങൾക്ക് ക്യാമറയിൽ പോലും ലൈറ്റ് അവിടെ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമില്ല. കാരണം ഫുൾ പൊന്തക്കാടായിരുന്നു പറയും. അതുകൊണ്ട് ഒരു കാരണവശാലും എങ്ങനെ പോലും ക്യാമറ ഒന്നാമത് ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ക്യാമറ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ മൊബൈൽ എടുക്കാന്ന് വിചാരിച്ചാലും അവിടെ ഒരു ലൈറ്റ് പോരാ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എടുത്തില്ല. അതാണ് സത്യത്തിലുണ്ടായത്. അപ്പൊ 2 തരം ഉള്ളി നമ്മളിവിടെ നൈസായി അരിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഇതിനെ പൊടിച്ചെടുക്കാം. തക്കാളി എത്രത്തോളം നൈസായി കഴിഞ്ഞാൽ അത്രത്തോളം നമുക്ക് കറി പെട്ടെന്ന് ഉണ്ടാക്കി തീരും. അപ്പൊ തക്കാളി നല്ല രീതിയിൽ പാളിസാക്കി കഴിഞ്ഞു. ഇനി അടുത്തായി നമുക്ക് 2 സാധനം ചെറുതായിട്ട് ചതച്ചെടുക്കാനുണ്ട്. നമ്മുടെ ഇഞ്ചിക്കുട്ടനെ അത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് ചതക്കുന്നില്ല. ഈ ഒരു രൂപത്തിൽ മാത്രമാണ് നമ്മൾ ചതക്കുന്നത്. കാരണം ഒരുപാട് ചതച്ചങ്ങോട്ട് വൃത്തികേടാക്കുന്നില്ല. ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മുടെ പൊളപ്പൻ മീൻ എടുത്ത് പൊളപ്പിക്കാം. ആദ്യമായി നമ്മൾ ഗ്യാസ് എത്തിക്കുന്നു. അപ്പൊ നമ്മുടെ ചട്ടി നല്ലപോലെ ചൂടായി വന്നിരിക്കണം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ അവിടെ ഒഴിക്കാം. ഇതിപ്പോൾ നല്ല നാടൻ ആട്ടിയ വെളിച്ചെണ്ണയാണ്, ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ്. അതുകൊണ്ട് സ്മെല്ല് വേറൊരു സ്മെല്ലുണ്ട്. കാരണം നമ്മൾ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ മാത്രം ഈ നോൺ വെക്കാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഇതിന് സൺഫ്ലവറോ മറ്റോ ഓയിലോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഒരു ഗുണം പിടിക്കില്ല. അതുകൊണ്ട് നമ്മൾ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് നമ്മൾ നമ്മുടെ മീൻകറി ഉണ്ടാക്കാൻ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതാ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ കടുക് 1 ടീസ്പൂൺ കടുക് ഇടാം. കടുക് പൊട്ടുമ്പോൾ അതിന് കൂട്ടായിട്ട് ഉലുവ. ഇനി നമ്മൾ അതിലേക്ക് ഉള്ളിടാം. അപ്പൊ വെളിച്ചെണ്ണയും കടുകും ഉലുവയും ഉള്ളിയും ചെറിയുള്ളിയും വലിയുള്ളിയും എല്ലാം കൂടി കടന്നിങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ കടന്നിട്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ഇടേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് വഴണ്ടി വരട്ടെ. എന്നിട്ട് ഞാൻ പറയാം അടുത്ത എന്താ ഇടുന്നതെന്ന്. ഉള്ളി നല്ലപോലെ ഇങ്ങനെ വഴണ്ടി വരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് ഇഞ്ചി ചേർക്കാം. ഇഞ്ചി ചേർത്ത് ഇഞ്ചിയുടെ പച്ചമണം കൊണ്ട് പോട്ടെ. ഇതിന്റെ ഇടയിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. നമ്മുടെ ഈ വെള്ളം ഉണ്ടല്ലോ, വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. കുടംപുളി ഇട്ടിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് തൽക്കാലം ഇപ്പം നമ്മൾ 1 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ചിലപ്പോൾ വെള്ളം കൂടുതൽ വേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾക്കൊരു 4 കുടംപുളി, നല്ല ശുദ്ധമായ 4 കുടംപുളി. ഇത് നമ്മൾ വാഗമണ്ണ് കൊണ്ടുവന്ന കുടംപുളിയാണ്, ഒറിജിനൽ. ഈ സംഭവം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ച് അതിന്റെ പുളിപ്പെല്ലാം നല്ലപോലെ ആ വെള്ളത്തിൽ ഇറങ്ങി നിന്നാലേ നമ്മുടെ കറിക്ക് നല്ല ഉളപ്പ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അടുത്തായിട്ട് നമ്മുടെ തക്കാളി, നേരത്തെ പാളിസാക്കിയ തക്കാളി ഓരോന്ന് ഇടാം. അപ്പൊ നമ്മുടെ പാളിസാക്കിയ തക്കാളി നല്ല പഴുന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അതിന് കൂട്ടായിട്ട് കടൽ വെള്ളം വറ്റിച്ച നമ്മുടെ കല്ലുപ്പ് നേരെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഇളക്കുക. നല്ലപോലെ ഇങ്ങനെ വഴന്ന് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടി നമുക്ക് പാടിയിലെ പച്ചമുളക് ഒരു 5 എണ്ണം ഇടാം. 1 2 3 4 5 ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു കറിവേപ്പില ഒന്ന് ഊരാം. ഇതും പാടിയിലാണ്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക, അടി പിടിക്കാതെ. ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം ഇങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? ഇനിയിപ്പോൾ അതിലേക്ക് ഇനി അടുത്ത പണി നമ്മളെ പൊടി പാറിപ്പിക്കലാണ് പണി. ഇതാ ആദ്യം നമ്മുടെ മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി പാറിപ്പിച്ചു. ഇനി മല്ലിപ്പൊടി 2 ടീസ്പൂൺ പാറിപ്പിച്ചു. ഇനി മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ പാറിപ്പിച്ചു. ഇനി നല്ലപോലെ ഇളക്കി മറിച്ച് പൊളിപ്പിക്കാം. അപ്പൊ നമ്മളെ 3 പൊടികളും പാറിപ്പിച്ച ശേഷം നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏകദേശം അതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തിളച്ചും കൊണ്ടിരിക്കുന്ന നമ്മുടെ കുടംപുളി വെള്ളം ഇങ്ങനെ ഒരു കയ്യിലെടുത്തിട്ട് ഇതിലേക്കാണ്ട് ഒഴിക്കുക. വീണ്ടും ഒരു കയ്യിലെടുത്ത് ഇതിലേക്ക് ഒഴിക്കുക. ഇനി നല്ല പോലെ ഒന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പൊ തന്നെ മണം ഉഷാറായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ കളർ തന്നെ കണ്ടില്ലേ? ഏതൊരു ലെവലിലേക്കാണ് പോകുന്നതെന്ന് കണ്ടില്ലേ? ഇത് തക്കാളിയാണോ, ഉള്ളിയാണോ, ചെറിയ ഉള്ളിയാണോ, മുളകാണോ, ഒന്നും നമുക്കറിയാൻ പറ്റില്ല. ഇപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ചിരിക്കുന്നുണ്ട്. നേരെ നമുക്ക് അത് ഈ ഗ്യാസിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ മെയിൻ വലിയ ചട്ടി വയ്ക്കാം. ഇനിയാണ് നമ്മുടെ പരിപാടി തുടങ്ങാൻ പോകുന്നത്. ഇതിലേക്ക് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒരു 2 കൈയിലും കൂടെ ഒഴിക്കുക. പിന്നെ അതിൽ കുടംപുളി ഉണ്ടല്ലോ, കുടംപുളി ഒരു 4 കുടംപുളിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിൽ നമ്മളൊരു 2 കുടംപുളി ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പുളി കൂടിക്കഴിഞ്ഞാൽ പിന്നെ കറി പാളിസാവും. അപ്പൊ നമ്മൾ 1 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. അത് പോരാന്ന് തോന്നുന്നുണ്ട്. വീണ്ടും നമ്മൾ വെള്ളം ഒഴിക്കണം. കറി ലൂസായിട്ട് കറി ഉണ്ടാക്കുന്നവർക്ക്
വെള്ളം കൂടുതൽ ഒഴിക്കാം. നമ്മൾ കറി കുറച്ച് ടൈറ്റ് ആക്കി ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഞങ്ങൾ ഒഴിക്കുന്നുള്ളൂ. അപ്പം ഇത് വീണ്ടും തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതൊരു ഭാഗത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതൊരു ഭാഗത്ത് തിളക്കാൻ പോകുന്നുണ്ട്, ഇതൊരു ഭാഗത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം ഫുൾ ഒരു നാടൻ സെറ്റപ്പാണ്. ഇതപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇപ്പം നോക്കൂ, തിളച്ച് നോക്കൂ, ഇതാണല്ലേ ഇങ്ങനെ തിളച്ച് അടിപൊളിയായിട്ട് വരുന്നുണ്ട് കണ്ടല്ലേ. അപ്പം ഇനി നമുക്ക് നമ്മുടെ മെയിൻ പാത്രത്തിലേക്ക് ഒഴിക്കാം. ഗ്ലൗസ് ഇടാതെ നടക്കില്ല, കാരണം ചൂട് ഹൈ ഹീറ്റാണ്. 1 2 3 4 5 നമ്മുടെ മീൻകറിയുടെ വെള്ളം ഇവിടെ തിളച്ച് പൊളന്ന് തിളക്കില്ലേ. ഒന്ന് നോക്ക്, തിളക്കില്ലേ? പറയണ അത്രയൊന്നുമില്ല, എന്നാലും തിളക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് മെല്ലെ നമ്മുടെ വാളമീൻ, കനത്തിൽ കട്ട് ചെയ്ത നാടൻ വാളമീൻ, കട്ട് ചെയ്ത വാളമീൻ കനത്തിലുള്ളത് ഇട്ട് കൊടുക്കുക. അപ്പം ഇതിലേക്ക് നമ്മളിങ്ങനെ കൊട്ടിക്കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തലയും വാലും വയറും എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. ഒരു റഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇത് വല്ലാതെ ഇളക്കാൻ പറ്റില്ല, കാരണം ഒന്നിങ്ങനെ സെറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം വല്ലാതെ ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കലങ്ങി കഴിഞ്ഞാൽ പിന്നെ അപ്പം ചുടാനേ പറ്റുള്ളൂ. അപ്പം പിന്നെ ഇങ്ങനെ തന്നെ കിടന്ന് തിളക്കട്ടെ. ഇപ്പം ഈ മീൻ നമ്മൾ ചൂണ്ടിയിടുന്ന സമയത്ത് ഞങ്ങൾ 1 മണിക്കാണ് 1-1:30 ആകുമ്പോഴേക്കാണ് ഞങ്ങൾക്ക് ഈ മീൻ കിട്ടിയത്. അപ്പം അത് ആ മുള്ളുവേലിൻ്റെ അടിയിൽ കൂടി ഞങ്ങളിവിടെ പിടിച്ച് വലിക്കുമ്പോഴുള്ള ഞങ്ങളുടെ കിട്ടിയപ്പോഴുള്ള ഒരു സന്തോഷമല്ലേ, അതൊരു വല്ലാത്ത സന്തോഷമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു 10 മണി മുതൽ 1 മണി വരെ നിന്നിട്ട് ഒരു മീൻ പോലും കിട്ടിയില്ല. അവസാനം ഈ ഒരു മീനാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ സന്തോഷം ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഒരു മീൻ കിട്ടിയ സന്തോഷം ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ചട്ടിയിൽ കിടന്ന് തിളക്കുമ്പോൾ ആ സന്തോഷത്തിൻ്റെ 7 അകലത്ത് പോലും അതെത്തില്ല. പിന്നെ ഇത് കഴിക്കുമ്പോഴാണ് പിന്നെ അടുത്ത നമ്മുടെ രുചി. പക്ഷെ ആ രുചിയൊന്നും ഇതിന് മുമ്പിൽ ഒന്നുമല്ല. ആ മീൻ കിട്ടുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, അതാണ് ഫിഷിങ്ങിൻ്റെ അന്തർസുഖം. ഈ മീൻ ഒരിക്കലും കയ്യിലിട്ട് ഇങ്ങനെ കുത്തി ഇളക്കി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അതുകൊണ്ട് ദോശമാവ് മാതിരിയാവും, പിന്നെ ദോശ ഇടാനേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് വാളയാണ്. അപ്പോൾ ഇത് ഇളക്കുന്നൊരു പരിപാടി ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതാ നോക്കോളൂ, പടി പിടിക്കില്ല, ഒന്നും സംഭവിക്കില്ല, ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നല്ലപോലെ അതിൻ്റെ എല്ലാ അരവുകളും മിക്സായി മീനിൻ്റെ മുകളിലെ പീസെല്ലാം താഴെ പോകും, താഴെ പീസുകളെല്ലാം മേലെ വരും. ഇത് കണ്ടില്ലേ? ഇങ്ങനെ ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇപ്പം നമുക്കിത് ഇങ്ങനെ ഏകദേശം ഇപ്പോൾ എല്ലാ മീനുകളിലും ഇതിൻ്റെ മസാലയൊക്കെ ആയി. പക്ഷേ നമുക്കിതിൽ വെള്ളം പോരാന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം പോരാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതെടുത്ത് കുറച്ചൊഴിക്കുക. ഇനി ഇത് ഇപ്പോൾ ഒഴിച്ച വെള്ളം അത്രയും വറ്റി പോകുമ്പോഴാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ വരുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ? ഇനി നല്ലപോലെ വേവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇനി അടച്ചു വെക്കേണ്ട കാര്യമില്ല, വെള്ളം അങ്ങനെ വറ്റി കുറുകി നിൽക്കണം, അതാണ് കറി. അപ്പം നമ്മുടെ കറി ഉറപ്പായിട്ട് തിളച്ച് മാറിയുന്നുണ്ട്, കണ്ടില്ലേ? ഇതിലേക്ക് നമ്മൾ ബാക്കി വന്ന ആ 2 ചെറിയ കുടമ്പുഴയുടെ പീസ് കൂടി ഇതിരിക്കുന്നതാണ്. പിന്നെ ഒരു കറിവേപ്പിലയും. അപ്പൊ നമ്മുടെ പൊളപ്പൻ കൊടംപുള്ളിയിട്ട് വെച്ച വളക്കറി റെഡിയായി. രുചിച്ചു നോക്കാനായി ക്യാമറമാൻ വന്നോളൂ ക്യാമറമാൻ വന്നോളൂ ക്യാമറമാൻ വന്നോളൂ. വന്നല്ലോ ക്യാമറമാൻ വന്നല്ലോ. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അങ്ങനെ കറി സൂപ്പർ. രുചിച്ചു നോക്കിട്ട് പറഞ്ഞാൽ മതിട്ടാ. ശരി, ഞാൻ എടുത്തരാം. കാണാനൊക്കെ നല്ല പൊളപ്പനാണ്. എന്തായാലും ഞാൻ രുചിച്ച് നോക്കില്ല. നല്ല ചൂട് കിട്ടാം. പൊളപ്പൻ ചൂട്, പൻ മീൻകറി, പൊളപ്പൻ ചൂട്, വാളക്കറി ടേസ്റ്റ് ചെയ്ത് നോക്കാനേ. സൂപ്പർ. കറിയിട്ട് കഴിക്കും. ഇത് നോക്കിയത് പോരെ? അതോ ഈ പീസ് കൊടുക്ക്. ഈ കഷ്ണം നോക്കണം. നോക്ക്. ഇത് മൊത്തത്തിൽ പോക്കട്ടാ, 10 പൈസയില്ല. അത് നമ്മൾ മറ്റേ എന്തോ മീൻ ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ, എനിക്ക് മനസ്സിലാവുള്ളൂ. ഒന്ന് കഴിച്ചു നോക്ക്, ജസ്റ്റ് നോക്ക്. ഞാൻ കഴിക്കില്ല.
അയ്യോ സീരിയസ് ആയിട്ടാണ്. എന്നിട്ട് ഇടണം വേണ്ട തീരുമാനിക്കുന്നു. കഴിച്ചോക്ക്. ഷൂട്ട് കിടന്നോണ്ടിരിക്കല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ കഴിക്കില്ല. ഫ്ലോപ്പ് ആണെന്ന് പിന്നെ ആർക്കും പറയില്ല. ഗൈസ് ഫ്ലോപ്പാണ് നിർത്തിക്കോ. നമ്മുടെ ഈ വീഡിയോ ഫ്ലോപ്പായി. അപ്പോൾ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് ഒരു കാര്യം പറയണേ. എന്താ? അടുത്ത തവണ ചൂണ്ടിട്ട് മീൻ പിടിച്ച് ഇതേ പാടിയിൽ ഒന്ന് കുക്ക് ചെയ്യുന്നത് വരെയും എല്ലാവർക്കും അങ്ങനെ വലിച്ചു നീട്ടുണ്ടാവും. വലിച്ചു നീട്ടിട്ട് കാര്യമില്ല. എല്ലാവർക്കും വലിച്ചു ബൈ.